വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു ബോളിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. കേരള സ്റ്റൈലിൽ ഒരു ബോളി ഇട്ടിട്ടുണ്ട്, അത് കാണേണ്ടവർക്ക് കാണാം. ഇത് നല്ല ലെയറോടെയും ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ബോളി തയ്യാറാക്കാൻ വേണ്ടി 2 കപ്പ് മൈദ നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇത് ബട്ടർ എടുത്തിട്ട് 1/2 കപ്പ് നമ്മൾ ചൂടാക്കി എടുത്തതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെണ്ണ ചൂടാക്കിയതും ഉപ്പും മൈദയും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. വെള്ളം ശ്രദ്ധിച്ചൊഴിക്കണം, വെള്ളം കൂടിപ്പോകരുത്. കാര്യം വെണ്ണ ഉരുക്കി നമ്മൾ ഒഴിച്ചതാണ്, അന്നേരം അത് തന്നെ വെള്ളം പോലെ ഇരിക്കുകയില്ലേ, കുറച്ച് ലൂസാവും മാവ്. നല്ലപോലെ ഒന്ന് കുഴച്ച് ഡൗ ആക്കി എടുക്കാം. കുഴച്ചൊന്ന് ഉരുട്ടിയെടുക്കാം. കുറച്ച് വെള്ളം കൂടെ. മാവ് കുഴച്ച് നല്ല ഡൗ ആക്കി വെച്ചിട്ടുണ്ട്. കിച്ചൺ ടോപ്പ് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് അവിടെ കുറച്ച് ഞാൻ ബട്ടർ തൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഇവിടെ വെച്ചൊന്ന് ഉരുട്ടി കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് നീട്ടി ഉരുട്ടിയിട്ട് 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോ ഉരുളയെടുത്ത് കൈവെള്ളയിലിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി റെഡിയാക്കി മാറ്റി വെക്കാം. നാല് പീസ് നമ്മൾ ഉരുട്ടി 4 ഉരുളയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് അടച്ച് അരമണിക്കൂർ മാറ്റി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. സോഫ്റ്റായിട്ടുണ്ട് മാവ്, നല്ല സോഫ്റ്റായിട്ടുണ്ട്. കിച്ചൺ ടോപ്പെല്ലാം നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇട്ടേക്കുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ചോളപ്പൊടി വിതറി കൊടുക്കാം. ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. ഓരോ ഉരുള എടുത്ത് വെച്ച് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. നീളത്തിൽ പരത്തണം. നമ്മൾ നല്ലപോലെ കനം കുറച്ച് പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ അറ്റഞ്ഞ് കട്ട് ചെയ്ത് മാറ്റാം. വേണ്ട, 2 അറ്റവും കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്കതിലേക്ക് കുറച്ച് ചോളപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ അത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചുരുട്ടിയെടുക്കാം. ഇനി കുറച്ച് വെള്ളം തൊട്ട് ഒട്ടിക്കാം, വാട്ടർ ഉപയോഗിക്കാം. ഇങ്ങനെ ഒട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് ഒട്ടിക്കാം. ഇനി നമുക്കിതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി വരുന്ന 3-4 പീസാക്കാം. ഇത് 1 ഇഞ്ച് നീളത്തിൽ. എല്ലാം നമ്മൾ ചുരുട്ടി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ലെയറോടുകൂടി തന്നെ ഇരിക്കുന്നുണ്ടാവും. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. വിരലുപയോഗിച്ച് ഇങ്ങനെ അമർത്തി ഒന്ന് ഞെക്കണം. അപ്പം തന്നെ ഈ ലെയർ ഉള്ളിലുള്ളത് വെളിച്ചാടും. ഇനി നമുക്കിന്ന് പെതുക്കെ ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കണം, ഒന്ന് പരത്തി കൊടുക്കണം.
നമ്മളിത് ഒരുപാട് വലിയ സൈസല്ല കേട്ടോ, നമ്മൾ വലിയ പോളി ഉണ്ടാക്കത്തില്ല അതുപോലത്തെ അല്ല ഇത്. ഇതിൻ്റെ സൈസ് ഇത്രയേ ഉള്ളൂ. ഇത്രയും സൈസിന് വേണം പരത്തിയെടുക്കാൻ. എല്ലാം നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ച് കോരാം. ചട്ടി അടപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നിട്ട് കൊടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിലിട്ട് വേണം പൊരിച്ചെടുക്കാൻ. വരെ ഉള്ളു വേവത്തില്ലല്ലേ. ഇങ്ങനെ ഒന്ന് കുത്തി വിടർത്തി കൊടുക്കണം അതിൻ്റെ ലെയർ. വേണ്ട ലെയറായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ പൊരിച്ചു പോരാം. ലെയറൊക്കെ തിരിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഗോൾഡൻ ക്രിസ്പി ആകുമ്പോൾ ഇനി കോരിയെടുക്കുക. ബോളി എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര പാനി ഉണ്ടാക്കി ഒഴിക്കാം. അതിനുവേണ്ടി ഒരു പാത്രം നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഗ്യാസ് കത്തിച്ച് ഉരുക്കിയെടുക്കാം. ഇളക്കി കൊടുക്കട്ടെ. പഞ്ചസാര എല്ലാം ഒന്ന് ഉരുകി പാനിയാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പഞ്ചസാര എല്ലാം ഉരുകി തീർന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കാം. ഇനി ഗ്യാസ് ഓഫാക്കാം. നൂൽ പരുവൊന്നും ആവണ്ട കേട്ടോ, പഞ്ചസാര ഒന്ന് ഉരുകി തീർന്നാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതിലെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര വേണ്ടാത്തവർ ചേർക്കണ്ട. പഞ്ചസാര ചേർത്താൽ ടേസ്റ്റ് കൂടും. പഞ്ചസാര കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ അല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. മധുരം ഇല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഒന്നുകൂടി ടേസ്റ്റായിരിക്കും മധുരം ചേർത്താൽ. പഞ്ചസാര പാനി എല്ലാത്തിലും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കെടുത്ത് കാണിക്കാം. പഞ്ചസാര പാനിയൊക്കെ ഒഴിച്ച് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം എടുത്ത് ഞാൻ പൊട്ടിച്ച് കാണിക്കാം. നല്ല ക്രിസ്പിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. എല്ലാവരും ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.